സിദ്ധുവിനെ അന്ന് അണികൾ കല്ലെറിഞ്ഞതു മുതൽ അഭിപ്രായ വ്യത്യാസം മുഴുവൻ മാറ്റിവെച്ച് സിദ്ധുവിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഞാൻ. അപ്പോഴും എന്റെ അഭിപ്രായം ബലരാമനുമായിട്ട് ഒരു വഴക്ക് വേണ്ട എന്നായിരുന്നു. ഇപ്പോ സിദ്ധു ബലരാമനെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുക ഞാൻ. തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെങ്കിലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുമ്പോ സിദ്ധു എന്നെ കുത്തി നോവിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുക. ഞാൻ പിന്നെ എന്തു പറയാനാ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായി ഈ വീടെന്ന് നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. താണു പോകാതെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അന്വേഷിക്കുക ഞാൻ. അതിനിടയിൽ ഒരാൾക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിക്കട്ടെന്നേ. അവനെ ഡോക്ടറെ കാണിക്കണോ മന്ത്രവാദിയെ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? മാഡം, ചോദിക്കുന്നത് തെറ്റാണോന്നറിയില്ല. നന്ദനെ അറസ്റ്റ് ചെയ്യാൻ വിട്ടത് ശരിയാണോ? ഷൈജൻ ചോദിച്ചതും ശരിയാണ്, ഞാൻ ചെയ്തതും ശരിയാണ്. നന്ദൻ നമ്മുടെ നിരീക്ഷണ വലയത്തിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തു പോവില്ല. മറിച്ച് നന്ദനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവികയെ വെറുതെ വിടാൻ വേണ്ടി നമ്മൾ പ്രതിയെ സൃഷ്ടിച്ചു എന്നൊരു ആരോപണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ശരിയല്ലേ? അതെ. പക്ഷേ നന്ദൻ കീഴടങ്ങാൻ വന്നിട്ടും വെറുതെ വിട്ട അതും സംസാര വിഷയമാവില്ലേ? കീഴടങ്ങല് നന്ദൻ കാണിച്ചൊരു ബ്രില്യൻസി. അതിന്റെ മുകളില് നമ്മള് ബ്രില്യന്റ് ആവണ്ടേ? അതെ മാഡം. യഥാർത്ഥ പ്രതി നമ്മുടെ വലയ്ക്കുള്ളിലാവാൻ അധികം വൈകില്ല. അതുവരെ നമ്മളൊരു കൃത്യമായ രൂപം ആർക്കും നൽകാൻ പാടില്ല. ഫോക്കസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോ നമ്മൾ വെറും മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നലുണ്ടാവും. ഒരു ബന്ധവുമില്ലാത്തവരെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നവരെ നമ്മള് സംശയത്തിന്റെ മുൾമുനിൽ നിർത്തണം. അങ്ങനെ ആരിലേക്കാണ് നമ്മൾ അടുക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കുന്ന ആ നിമിഷം, ആ കൃത്യമായ നിമിഷത്തിൽ നമ്മൾ പ്രതിയെ വിലങ്ങ് വെച്ചിരിക്കും. യഥാർത്ഥ പ്രതിയെന്ന് നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നയാള് ഒരുവിധ മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി വിലസാനുള്ള സമയം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. റിപ്പോർട്ടിനൊപ്പം യഥാർത്ഥ പ്രതിയെയും നമ്മൾ കൊടുത്തിരിക്കും. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാധവേട്ട. ദേവിയെക്കുറിച്ച് നന്ദൻ പറഞ്ഞ സത്യമാണോന്ന്. പിന്നെ നന്ദമോൻ കള്ളം പറയുന്നത് എന്തിനാ? ചിലപ്പോ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കോ? ഹലോ. ശരി, നന്ദേട്ടനാ. നന്ദേട്ടന്റെ നമ്പർ മാറിയോ? ഇതേത് നമ്പരാ? അതൊക്കെ പറയാം. അച്ഛനും അമ്മയൊക്കെ അടുത്തില്ലേ? ആ ഉണ്ട്. നീ ആ ലൗഡ് സ്പീക്കർ ഇട്ടെ. ആ ശരി. ആ നന്ദേട്ടാ, ഫോൺ ലൗഡ് സ്പീക്കറില്ല. അമ്മയല്ലേ അടുത്ത്? നന്ദ, എന്റെ മോളുടെ കാര്യം എന്തെങ്കിലും പറയാനാണോ വിളിച്ചത്? അവൾ എവിടെയുണ്ട്? എന്തെങ്കിലും സൂചന ഉണ്ടോ? അമ്മേ, മോളെ, മോളെ, ഞാനിവിടെ ഉണ്ട്.
നന്ദുവിന്റെ അടുത്തുണ്ട്. ആരെയും സംസാരിക്കുന്നത് എന്റെ മോള് തന്നെയാണോ? അതെ അമ്മേ, ഞാൻ ദേവികയാ. അമ്മേ, ഞാനും നന്ദുവും ഇപ്പൊ ഒരുമിച്ചുണ്ട്. മോളെ, ഞങ്ങള് കൊറേ ദൂരെയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ സന്തോഷായിട്ടിരിക്കുക. അമ്മ ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തും. ഈശ്വര, ഞാൻ കേൾക്കുന്ന സത്യാണോ? മോളെ, നിന്നെ കാണാൻ കൊതിയാവുക. മോളെ എവിടെയാ മോളെ? ഞങ്ങൾ അങ്ങോട്ട് വരാം. അച്ഛാ, ചേച്ചി ഇതെവിടെയാ ഉള്ളത്? ആരുടെ വീട്ടിലാ? ശരി, ഞാൻ സേഫായിട്ടൊരു സ്ഥലത്താ. ഒരു നല്ല മനുഷ്യന്റെ വീട്ടില്. എല്ലാം നേരിട്ട് സംസാരിക്കാം. അമ്മേ, ഒരു സെക്കൻഡേ. അമ്മേ, അവിടെ എല്ലാവർക്കും സമാധാനമായല്ലോ? മോനെ, നീ ഞങ്ങളുടെ മോളെ കണ്ടുപിടിച്ച് അവളുടെ ശബ്ദം കേൾപ്പിച്ചല്ലോ. നിന്നോട് ഞങ്ങൾക്കുള്ള കടപ്പാട് തീരാത്തതാ. അമ്മേ, ദേവിക്കൊന്നും സംഭവിക്കില്ല. സമാധാനമായിട്ടിരിക്കുക. അമ്മേ, ഇനി 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും വിളിക്കാം. തൽക്കാലം ഫോൺ കട്ട് ചെയ്തോ. എത്രയോ ദിവസത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പോകുന്നത്. ഈശ്വര, ഹലോ. അമ്മയോട് സംസാരിച്ച് കരഞ്ഞു പോയല്ലേ? എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അമ്മയും അച്ഛനും ഷാരിയും ഒക്കെ. മുരളേട്ടാ, കഴിക്കാൻ എടുത്തു വെക്കട്ടെ? ആ, ദാ വരുന്നു. പട്ടികളൊക്കെ കുറയ്ക്കുക. ആരത്? ആരാണ്? ഭാർഗവി ആന്റി, ഞാൻ മീരയാ. അയ്യോ, മോനെ വാടാ. മുരളി, 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 ദേ. ദേ. അയ്യോ, മുരളി. അമ്മയുടെ ശബ്ദമല്ലേ അത്? ഗൗരി. അമ്മ എന്തേ? അമ്മേ, 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 അയ്യോ, അമ്മേ, അമ്മേ, എന്തു പറ്റി? അമ്മേ, അമ്മേ, ഗൗരി, കുറച്ച് വെള്ളം എടുക്ക. അമ്മേ, 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 എന്താ പറ്റിയത്? അമ്മേ, അമ്മേ, അയ്യോ, അയ്യോ, അമ്മേ, എന്താ? മീര, മീര, അവിടെ മീര. ഞാൻ കണ്ടതാ മോനെ, മീര കുഞ്ഞു മോനെ. അവിടെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? പകരം ചോദിക്കാൻ വന്നതാ മോനെ. ഞാൻ പറയുന്നത് സത്യ. മീരയുടെ ആത്മാവിനെ ഞാൻ കണ്ടതാ.
നമ്മളും ദേവിക മോളുടെ ഭാഗം പറഞ്ഞില്ലേ? നമ്മളോട് ദേഷ്യമുണ്ട്. അമ്മേ എന്തൊക്കെ പറയുന്നേ? ഈ അമ്മ വല്ല ഇല അനങ്ങുന്നത് മറ്റോ കണ്ടതാവും. അതാ ആ ഭാഗത്ത് എവിടെ അറിയില്ല. ഞാൻ അവിടെ തന്നെയാ കണ്ടത്. മീരക്കുഞ്ഞ് തന്നെയാ. ഞാൻ നോക്കട്ടെ. അയ്യോ പോണ്ടേ, മോനെ പോണ്ട, മോനെ പോലടാ. അയ്യോ അമ്മേ മോനെ, എന്റെ മോൻ വേണ്ട മോനെ, അങ്ങോട്ട് പോവല്ലേ. മോളെ ഇവിടെ എന്തുണ്ടെന്ന് അമ്മ പറയുന്നേ? ഇവിടൊന്നും ആരുമില്ല. ഇവിടൊന്നും ആരുമില്ലമ്മേ. അമ്മയ്ക്ക് വെറുതെ തോന്നിയതാ. അല്ല, ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ടതാ. മീര എന്നെ ആന്റിന്ന് വിളിച്ചല്ലോ മോളെ. മോളെ മോളെ ഞാൻ കണ്ടതാടി മോനെ, ഞാൻ കണ്ടതാടാ. അമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും. അല്ല മോനെ, ഞാൻ കണ്ടതാ. എന്നെ ഭാർഗവി ആന്റിന്ന് വിളിച്ചതാ. മോളെ ഞാൻ പറഞ്ഞത് മോളെ ഞാൻ കണ്ടതാ മോനെ. അമ്മ കണ്ടതാടാ. ഒന്നുമില്ല അമ്മയ്ക്ക് തോന്നിയതല്ലടാ, അമ്മ കണ്ടു. നന്ദ, എവിടെയായിരുന്നു നീ? ഞാൻ വസുന്ധര IPS കാണാൻ പോയതാ. നീ എന്തിനാ അവരെ കാണാൻ പോയത്? കാര്യങ്ങൾക്കൊരു അവസാനം വേണ്ടേ അമ്മേ? ആർക്കും ഒരു സമാധാനം കിട്ടാത്ത ദിവസങ്ങൾ. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അതിന് മീരെ കൊന്നത് ഞാനാണെന്ന് വസുന്ധരയോട് പറഞ്ഞു. നിനക്കെന്താ നന്ദ, ഭ്രാന്തുണ്ടോ? ദേവികയെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് കുറ്റം നീ ഏറ്റെടുക്കുന്നോ? അവളാണോ ഈ മാർഗം പറഞ്ഞു തന്നത് നിന്നെ ജയിലിലാക്കിയിട്ട് രക്ഷപ്പെടാനായിട്ട്? നീ അവളെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് നന്ദ. അല്ല, ഇത് കേട്ടിട്ട് വസുന്ധര എന്തു പറഞ്ഞു? അവരെന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. ചെയ്യില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വ്യക്തമായ തെളിവും കിട്ടിയിട്ടുണ്ട്. അവളെ അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്കും മനസ്സിലായി. അവസാനവട്ട ശ്രമമായിട്ട് നീ അങ്ങ് കുറ്റമേൽക്കാന്ന് കരുതി. നോക്കുന്നെന്താ, നീ ചെയ്യേണ്ടത് അവൾ എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കല. അല്ലെങ്കിൽ കുറ്റവാളിയെ രക്ഷിക്കാൻ നോക്കിയതിനായിരിക്കും നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ദേവി നിരപരാധിയാ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. നന്ദ, എന്താ ചേച്ചി? എനിക്കറിയാം ദേവിക്ക് ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കുക പോലും ഇല്ലെന്ന്. പക്ഷേ അവളെന്തിനാ ഒളിവിൽ കഴിയുന്നത്? എന്താ ചേച്ചി, ചേച്ചി അവളെ സംശയിക്കാണോ? അയ്യോ, അതല്ല നന്ദ. എനിക്കും ആലോചിച്ചിട്ട് ഒരു എത്തും വെടിയും കിട്ടുന്നില്ല. വൈകാതെ എല്ലാത്തിനും ഉത്തരം കിട്ടും ചേച്ചി. മീര വധക്കേസ് അന്വേഷണം ഊർജിതമാക്കിയെന്ന് DIG. എന്താ സാറേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് പറഞ്ഞുതരാം. അപ്പച്ചി, നിങ്ങൾ പോയി സെർച്ച് ചെയ്യ്. സാറേ നിൽക്കണം സാറേ, എന്താ സാറേ? സെർച്ച് വാറന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. തടസ്സപ്പെടുത്തിയ എല്ലാരും അകത്താ.
നിങ്ങൾ ആരെയും തിരയുന്നേ? നിനക്ക് അറിയില്ലല്ലേടാ, ആളാരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. മാറിക്കാം അങ്ങോട്ട്. ഈ മുറിക്കുള്ളിൽ ആരാ? അത് പിന്നെ ആരെയാണോ ഈ മുറിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആരുമില്ല സാറേ. അത് തുറന്നേ. സാറേ അതങ്ങനെ തുറക്കാറില്ല. അങ്ങനെ തുറക്കാറില്ലെങ്കിലേ ഇപ്പൊ അത് തുറന്നു കാണിക്കടാ. പറഞ്ഞു കേട്ടില്ലടാ, തുറന്നു കാണിക്കാൻ. അതിന്റെ താക്കോൽ എടുക്കാളെ. പറഞ്ഞു കേട്ടില്ലേ? താക്കോൽ എടുക്ക. സാറേ എന്താ സാറേ, ആരെ കണ്ടില്ലേ? സാറേ നിന്റെ ഉദ്ദേശം എന്താ? കാര്യം പറ സാറേ. നിങ്ങൾ ആരെയാ ഇവിടെ അന്വേഷിക്കുന്നത്? എന്തായാലും ഇവിടെ ആരുമില്ലെന്ന് മനസ്സിലായല്ലോ. ആളാരാണെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ ഞാനും കൂടെ കൂടാ സാറേ. ഞങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി നീ ആ ദേവികയെ നന്ദനെ ഇവിടുന്ന് മാറ്റിയല്ലേ? നന്ദനോ? ഏത് ദേവിക? സാറേ ഇവരൊക്കെ ആരാ സാറേ? അവരാരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഞാൻ അറിയിച്ചുതരാം. മോളെ, ഇവിടെ ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നില്ലേ? അവരെവിടെയാ? സാറ് അപ്പച്ചനെ വീടിനകത്തേക്ക് ഒരു ഈച്ച പോലും കടത്തി വിടില്ല. ഈ വീടിനകത്തേക്ക് അങ്ങനെ ആർക്കും വരാനും പറ്റില്ല. ഓ അങ്ങനെയാണല്ലേ? നീ കൊച്ചേ അപ്പച്ച സാറേ, എന്റെ കൊച്ചിനെ വെറുതെ പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ചതാ. വേണ്ട സാറേ. കൊലക്കേസ് പ്രതികളെ എല്ലാരും കൂടി ചേർന്ന് ഒളിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. വാ സാറേ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞ് സൂക്ഷിക്കണം. എന്താ കാര്യം? എന്താ ഭാർഗവി? മീരമോള് പോയിട്ടില്ല. എന്താ നീ പറയുന്നേ? മീരമോള് പോയിട്ടില്ല. മീരമോളുടെ ആത്മാവ് ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഭാർഗവിയോട് ആരാ പറഞ്ഞത്? ആ ഞാൻ കണ്ടു സാറേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. മീരയുടെ ആത്മാവിനെ നീ കണ്ടുവെന്നോ? അതെ കുഞ്ഞെ, ഞാൻ കണ്ടു. രാത്രി ഞാൻ തുണിയെടുക്കാൻ പുറത്തേക്ക് പോയതായിരുന്നു. ഇന്നലെയാണെങ്കിൽ അമാവാസ്യയല്ലേ, വെള്ളിയാഴ്ചയും. പുറത്തേക്ക് ഇറങ്ങിയപ്പോ വേറെ ആരുടെ ഒരു സാന്നിധ്യം എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ കണ്ടു, മീരമോളെ ഞാൻ കണ്ടു. എന്താ ഭാർഗവി ഈ പറയുന്നത്? ഞാൻ കഥയുണ്ടാക്കി പറയല്ല സാറേ. എന്റെ മോനാണ് സത്യം. ഞാൻ കണ്ടതാ സാറേ, അസല് മീരക്കുഞ്ഞ്. ഭാർഗവിക്ക് തോന്നിയതായിരിക്കും. മീരക്കുഞ്ഞ് മരിച്ചിട്ട് ഇത്ര ദിവസം തോന്നാത്ത തോന്നല് എനിക്ക് ഇന്നലെ മാത്രം തോന്നിയത് എങ്ങനെയാ? അത് മാത്രമല്ല, ആത്മാവിനെ പറ്റി ഞാൻ ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ കുഞ്ഞെ? ഇല്ലല്ലോ. ഇത് മീരമോളുടെ ആത്മാവ് തന്നെയാ. ദുർമരണം സംഭവിച്ചാലേ പെട്ടെന്നൊന്നും ആത്മാവ് പോയി കളയില്ല.
കള്ളിയാങ്കാട്ട് നീലി അറിയാലോ കുഞ്ഞിനെ. ഗർഭിണിയായിരിക്കുമ്പോ തലയിൽ കമ്പിയടിച്ചു കൊന്നു. എന്നിട്ട് ആത്മാവ് പക്ഷെ പോയോ? അയാളെ കൊന്ന് ചോര കുടിച്ചിട്ടല്ലേ മൂന്നാമക്കം പോയത്. മീര മോള് പ്രതികാരം ചെയ്തിട്ടേ പോവുള്ളൂ. ഭാർഗവി കാപ്പി കുടിച്ചായിരുന്നോ? ഇല്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാ കാപ്പി കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് ചെല്ല്. സാറേ, ഞാൻ കളിക്ക് പറഞ്ഞതല്ല. മീരമോൾ ഇവിടെ തന്നെയുണ്ട്. ഭാർഗവി, ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, മറ്റാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, സാറിനെ പോലെ എനിക്കും ഇതൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തോടുകൂടി എനിക്ക് വിശ്വാസം വന്നു. സ്വയം അനുഭവം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.